കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ഒന്നാണ് വിവോ. കാരണം ഓഫ്ലൈൻ മാർക്കറ്റിലാണ് വിവോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുകളിൽ 3-ാം സ്ഥാനത്തൊക്കെ വന്നിരുന്നു വിവോ സെല്ലിംഗിൽ. എന്തായാലും വിവോ ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന സ്മാർട്ട് ഫോൺ വിവോ T2 Pro. നമുക്ക് പരിശോധിക്കാം വിവോ T2 Proയുടെ വിശേഷം. ഇതുപോലൊരു ബോക്സിനകത്താണ് വിവോ T2 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺ ആണ്. അതിലേക്ക് വരാം. ഫോൺ തൽക്കാലം മാറ്റി വയ്ക്കാം. വേറെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്, അതുപോലെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിംഗ് കേബിളാണ്, A to C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. സിം ഇജക്ടർ പിൻ, ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം. കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ. ഇതിന്റെ ബാക്ക് ഞാനും കണ്ടിട്ടില്ല ഇതുവരെ, നിങ്ങളോടൊപ്പം കാണാം. യെസ്, സ്റ്റൈലിലൊക്കെ കാണുന്ന ഒരു ഡിസൈൻ, ഇതുപോലൊരു ഡിസൈൻ, അതായത് ഈ കാണുന്ന ബാക്ക് ഡിസൈൻ സത്യത്തിൽ വേറെ അധികം സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ ഗ്രെയിൻ ഒക്കെ ഇതിനകത്ത് ഇങ്ങനെ കാണാം. ഇവിടെ വിവോ എഴുതിയിട്ടുണ്ട്. ബാക്കിലായിട്ട് മൊത്തത്തിൽ 2 ക്യാമറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. നേരത്തെ വിവോ V27 ഒക്കെ ഈ ഒരു റിംഗ് ലൈറ്റ് വന്നതാണ്. മൊത്തത്തിൽ നല്ല ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പറയാതിരിക്കാൻ വയ്യ. എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ ഇത്തരം സ്മാർട്ട് ഫോണുകൾ വരുമ്പോൾ ഈ കാണുന്ന ബാക്ക് സൈഡിന് ഒരു ഡിസൈൻ കൊടുക്കുമെങ്കിലും ഈ ക്യാമറ മുടികൾ ഒരു മെറ്റാലിക് ഒക്കെ ആയിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. ഇത് 2 ഒരേ കളർ ഡിസൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ അതൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ടെന്ന് പറയാതെ വയ്യ. എന്തായാലും കൊള്ളാം. ബാക്കിന്റെ ഈ സൈഡും ഇത്തരത്തിൽ കർവ്ഡ് ബാക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കൈ പിടിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ്. ഈ ഒരു സ്മാർട്ട് ഫോണിന് വെറും 7.36 മില്ലിമീറ്റർ മാത്രമാണ് തിക്നെസ്. വെയിറ്റും അധികമൊന്നുമില്ല, വെറും 176 ഗ്രാം. സാധാരണ ഇന്ന് വരുന്ന പല ഫോണുകളും 200-210 ഗ്രാം ഒക്കെ വരാറുണ്ട് നോർമലി. ഇത് 176 ഗ്രാം ഭാരം മാത്രം, അത്രയും ലൈറ്റ് വെയിറ്റ്. എന്തായാലും ഡിസൈൻ വൈസ് അടിപൊളിയാണ്, കാണാൻ കിടിലം. താഴെ ഇതുപോലെ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. മുകളിൽ ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഇതുപോലെ പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പോർട്രേറ്റ് ഫോട്ടോകൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. വല സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടൺ കാണാം. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വിവോ 5G എന്ന് എഴുതിയിട്ടുണ്ട്. പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഫോണിന്റെ ഡിസ്പ്ലേയും മനോഹരമാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണുകൾ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഈ ഒരു കർവ് ഉള്ളത് കൊണ്ട് തന്നെയും ബെസലുകൾ വളരെ തിന്നാണെന്ന് പറയേണ്ടി വരും. നമുക്ക് എസ്പെഷ്യലി ഈ ഒരു താഴത്തെ ഭാഗം വളരെ തിന്നാണ്. അതുപോലെ മുകളിലും വളരെ തിന്നായിട്ടുള്ള ബെസലാണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ പഞ്ചുകളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ വിഭാഗം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇത്തരത്തിൽ മാക്സിമം 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിന് 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഉൾക്കൊള്ളാവുന്ന കളറുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1300 നിറ്റ്സ് ആണ്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ് വയ്ക്കുമ്പോൾ ആ ഒരു വാൾപേപ്പറൊക്കെ അങ്ങ് വെളുത്തു പോകുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഡിസ്പ്ലേ വിഭാഗവും ഡിസൈൻ വിഭാഗവും അടിപൊളി. അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7200 എന്ന് പറയുന്ന 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ സാധാരണ മലയാളികൾക്ക് മീഡിയാടെക്കിന്റെ പ്രോസർ എന്ന് കേൾക്കുമ്പോൾ ഒന്ന് നെറ്റിച്ചൊളിക്കാറുണ്ട്. എന്നാൽ സ്നാപ്ഡ്രാഗന്റെ പ്രോസർ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ മീഡിയാടെക് ഡയമൻസിറ്റി 7200 എന്ന 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആന്റിറ്റി സ്കോർ പരിശോധിച്ചാൽ ഏകദേശം ഒരു 7 ലക്ഷം റേഞ്ചാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്ക് ഇതിനകത്ത് മാക്സിമം 8GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജും വരും. LPDDR4X ആണ് ഇതിന്റെ ഒരു റാം ടൈപ്പ്. അതുപോലെ UFS 2.2 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് HDR-ലും ഫ്രെയിം റേറ്റ് അൾട്രയിലും കളിക്കാൻ പറ്റും. സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം ഫ്രെയിം റേറ്റിൽ വരെ കളിക്കാൻ പറ്റും. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്. നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. 4600 mAh ബാറ്ററിയാണ് ഇതിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 66 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് കൊണ്ട് വളരെ വേഗതയിൽ ചാർജ് ചെയ്യുന്നു എന്ന് കാണിക്കാനായിരിക്കാം ഒരു പക്ഷേ 4600 mAh കുറച്ച് നിർത്തുന്നത്. അതുപോലെ ഫോണിന്റെ വെയിറ്റ് കുറച്ച് നിർത്താനൊക്കെ ഇത്തരത്തിൽ ചെറിയ ബാറ്ററി വെക്കാറുണ്ട്. എന്തായാലും അതൊരു 5000 mAh ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയതിന് അഭിപ്രായം എനിക്കുണ്ട്. USB Type-C ചാർജിംഗ് പോർട്ടാണ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും വരുന്ന മിക്ക ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ട് തന്നെയാണ് വരുന്നത്. ഈവൻ ആപ്പിൾ ഫോണിൽ പോലും. ഫോണിന്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2 ക്യാമറകൾ. പ്രൈമറി ക്യാമറ വന്നിട്ട് 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സെക്കൻഡറി ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൽ ഒരു ഡെപ്ത് സെൻസർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് ഏകദേശമുള്ള ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ 16 മെഗാ പിക്സലിൽ ഒരു സെൽഫി സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മാക്സിമം 4K 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. പക്ഷേ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഫുൾ HD 30
60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് വിവോയുടെ ഇതിൽ നിന്നും വില കൂടിയ സ്മാർട്ട് ഫോണുകൾ പോലും പലപ്പോഴും ഇത്തരത്തിൽ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്ത് കാണാറില്ല. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട്വെയർസുകൾ, ഒരുപാടൊന്നും പറയാനൊന്നുമില്ല, കുറച്ച് ബ്ലോട്ട്വെയർസുകൾ ഉണ്ട്. വിവോയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് കൂടാതെ സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ, ലിങ്ക്ഡിൻ, പിന്നെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആപ്പ് സജഷൻസ് വരുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ഫേസ്ബുക്ക്, ഡെയിലി ഹണ്ട്, അതുപോലെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇത്തരത്തിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതും വലിയ കുറ്റമായിട്ട് പറയുന്നില്ല, കാരണം വിവോയുടെ ഇതിൽ നിന്നും പ്രീമിയം സ്മാർട്ട് ഫോണുകളിൽ ഈ കണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം കാണാറുണ്ട്. ഫണ്ടച്ച് OS 13 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ ഇതിനകത്ത് ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അത് നല്ല ഒരു റെസ്പോൺസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻപുട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം. പിന്നെ അതിന്റെ ഒരു പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ താഴെയാണ്. കുറച്ചുകൂടെ ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയേനെ. മൾട്ടിമീഡിയയെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഈ കേട്ടതുപോലെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കൊള്ളാം, പക്ഷേ മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. വിവോ എന്തുകൊണ്ടോ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ പലപ്പോഴും മോണോ സ്പീക്കറാണ് കൊടുക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ അങ്ങനെ അധികം കൊടുത്ത് കാണാറില്ല ഈ പ്രൈസ് റേഞ്ചിൽ പോലും. മോണോ സ്പീക്കറുകളാണെങ്കിലും ഈ ഒരു ഫോണിനകത്ത് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്, മികച്ച സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടി. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ മോണോ സ്പീക്കർ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കുറവ്. ഇതിന്റെ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് അതിമനോഹരമാണ്. കാരണം ഇത്രയും ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് വീഡിയോ ഫുൾ സ്ക്രീനിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ ആയിട്ടുള്ള 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ IP52 ആണ്. ഡസ്റ്റ് റെസിസ്റ്റൻസ് ഓക്കെയാണ്, പക്ഷേ വാട്ടർ റെസിസ്റ്റൻസ് ഒരു വാട്ടർ റിപ്പല്ലന്റ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു IP52 നമുക്ക് വിളിക്കാം. വെള്ളം വീഴുമ്പോൾ തെറിച്ചു പോകുന്ന ആ ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ന്യൂ മൂൺ ബ്ലാക്ക്, ഡ്യൂൺ ഗോൾഡ് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. ഈ ഒരു കളർ ഡ്യൂൺ ഗോൾഡ് എന്ന് പറയുന്ന കളറാണ്. അതായത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു മരുഭൂമിയിലെ മണലാരണ്യത്തിന്റെ ആ ഒരു ഡിസൈൻ പോലെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു ബാക്ക് ഡിസൈൻ കാണുമ്പോൾ തോന്നുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സ്പെസിഫിക്കേഷൻ മറ്റൊരു ഫോൺ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. IQ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന IQ C7 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓക്കെ, രണ്ടും സെയിം പ്രോസസർ, സെയിം ഡിറ്റോ സ്പെക് ആണ്. ഈവൻ ആ ഒരു റിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം അതുപോലെ ഉണ്ട്. ഡിസൈൻ ഏതാണ്ട് സെയിം ആണ്. എല്ലാം ഇവിടെ IQ എന്ന് എഴുതിയിരിക്കുന്നു, ഇവിടെ വിവോ എന്ന് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം പറയട്ടെ, IQ C7 Proയും അടിപൊളി ഫോണായിരുന്നു. അതുകൊണ്ട് തന്നെ വിവോയുടെ T2 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും അടിപൊളി ഫോൺ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ IQ C7 Pro IQ എന്ന ബ്രാൻഡിൽ പുറത്തിറക്കി. വിവോ അത് ഒരു പഴയ വീഞ്ഞല്ല കേട്ടോ, IQ C7 Pro ഒരു പുതിയ വീഞ്ഞ് തന്നെയായിരുന്നു. അപ്പോൾ പുതിയ വീഞ്ഞ് വേറൊരു കുപ്പിയിൽ പുറത്തിറക്കിയതാണ് വിവോ ഇത്തരത്തിൽ T2 Pro എന്ന പേരിൽ. പിന്നെ എന്തിനാണ് ഇങ്ങനെ 2 ബ്രാൻഡിങ്ങിൽ പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു IQ കൂടുതലും ഓൺലൈൻ മാർക്കറ്റുകളെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, എന്നാൽ വിവോ ഓഫ്ലൈൻ മാർക്കറ്റിനെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. നിലവിൽ എനിക്ക് ഈ ഒരു വിവോ T2 Pro എന്ന സ്മാർട്ട് ഫോണിന്റെ വില അറിയത്തില്ലെങ്കിലും IQ C7 Pro വെച്ചുകൊണ്ടൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. IQ C7 Pro 8GB 128GB വേരിയന്റിന് 24,000 രൂപയായിരുന്നു. ഇവിടെ ഇതിന്റെ ബേസ് വേരിയന്റ് ഏതായിരിക്കും എന്ന് അറിയത്തില്ല. അത് ഒരുപക്ഷെ 8GB 128 ആകാം. ഒരുപക്ഷെ ഈ 24,000 എന്ന സെയിം വിലയിൽ നിർത്താൻ ആ ഒരു റാം വേരിയന്റ് ചിലപ്പോൾ ഒരു 6GB തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തിനായാലും 8GB 128 തന്നെയാണ് ഇതിന്റെയും ബേസ് വേരിയന്റ് എങ്കിൽ എന്തായാലും ഇത് 24,000 രൂപയ്ക്ക് വിറ്റെങ്കിൽ മിനിമം ഒരു 1000 രൂപയെങ്കിലും കൂടുതലാകാനേ വിവോ T2 Proയ്ക്ക് സാധ്യതയുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു ഓഫ്ലൈൻ മാർക്കറ്റിനെ ലക്ഷ്യം വെക്കുന്ന ഫോണാണ്. എന്തിനായാലും 2 ഫോണുകളും കാണാനുള്ള ഡിസൈനും ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് വിവോ T2 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രധാനപ്പെട്ട ഗുണദോഷങ്ങൾ പറഞ്ഞ ഗുണങ്ങളിൽ മനോഹരമായിട്ടുള്ള ഡിസൈൻ, കർവ്ഡ് ബാക്ക് ആണ്, അതുപോലെ അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, കർവ്ഡ് ഡിസ്പ്ലേ, അമോലെഡ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, അതെല്ലാം ഉഗ്രൻ തന്നെയാണ്. പിന്നെ ബാറ്ററി സൈഡിൽ ഈ പറഞ്ഞ 5000 mAh ഇല്ല, ഒരു 4600 mAh ഉള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. അതുപോലെ ക്യാമറ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഇതിനകത്ത് ഉള്ള കുറവെന്ന് പറയുന്നത് ഈ പറഞ്ഞ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു കുറവാണ്. അതുപോലെ മൾട്ടിമീഡിയയിലേക്ക് വരുമ്പോൾ സൗണ്ട് കൊള്ളാം, പക്ഷേ മോണോ സ്പീക്കർ ആണ് എന്നുള്ളതും ഒരു കുറവാണ്. സെൽഫി ക്യാമറയിൽ ഫുൾ HD റെസൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. ഈ കുറവുകൾ മാറ്റി നിർത്തിയാൽ വലിയ തിരക്കായിട്ടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ T2 Pro.